പ്രധാനപ്പെട്ട ഒരു വാർത്ത വരികയാണ്, അതിലേക്ക് പോവുകയാണ്. മത്സരിക്കണമെന്ന നിലപാടിൽ ഉറച്ച സുധാകരൻ. ചെന്നിത്തല നടത്തിയ ചർച്ചയും ഫലം കണ്ടില്ല. സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് പോകണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. റോഷിപാൽ കൂടി വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. റോഷിപാൽ, കീറാമുട്ടി തന്നെയാണ്, മത്സരിക്കുമെന്ന തുറന്ന നിലപാട് വീണ്ടും പ്രഖ്യാപിക്കുകയാണ് കെ സുധാകരൻ. ഒരു അനുനയത്തിനും വശപ്പെടുന്നുമില്ല. മാധു, രമേശ് ചെന്നിത്തല നടത്തിയ അനുനയ നീക്കം പരാജയപ്പെടുന്ന കാഴ്ചയാണ്. കാരണം രമേശ് ചെന്നിത്തലയുടെ നീക്കത്തിനൊന്നും കെ സുധാകരൻ നിലപാട് തിരുത്തില്ല. കെ സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കുമെന്ന് നേരത്തെ തന്നെ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കളെ അറിയിച്ചു എന്നാണ് സുധാകരനുമായി ബന്ധപ്പെട്ടവർ പറയുന്നത്. അതിൽ ഇനി പിന്നോട്ടില്ല. ഇനി ഹൈക്കമാൻഡിന്റെ തീരുമാനം എന്താണെന്ന് കാക്കുന്നു. അതിനിടയിൽ പ്രധാനപ്പെട്ട നേതാക്കളെ ഏറ്റവും അടുപ്പമുള്ള നേതാവ് എന്ന നിലയിൽ കെ സുധാകരൻ രമേശ് ചെന്നിത്തലയുമായി കൂടിക്കാഴ്ച നടത്തി. ആ ഒരു കൂടിക്കാഴ്ചക്ക് തയ്യാറായി എന്നതിനപ്പുറത്തേക്ക് നിലപാട് ആവർത്തിക്കുകയാണ്. കണ്ണൂരിൽ മത്സരിക്കാൻ അവസരം ഒരുക്കണമെന്ന ഒറ്റ ആവശ്യമാണ്. അതിൽ ആരുടെ പേരും നിർദ്ദേശിക്കുന്നില്ല. മറ്റാവശ്യങ്ങളൊന്നും കെ സുധാകരൻ മുന്നോട്ട് വെക്കുന്നില്ല. പ്രവർത്തകരുടെ വികാരമാണ് താൻ മത്സരിക്കണമെന്ന്. ആ വികാരത്തിന് അനുകൂലമായ തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുക്കുമെന്ന പ്രതീക്ഷ കൂടിയാണ് കെ സുധാകരൻ രമേശ് ചെന്നിത്തലയോട് പങ്കുവച്ചത്. ഏതായാലും കെ സുധാകരന്റെ ആവശ്യങ്ങൾ അത് കോൺഗ്രസ് ഹൈക്കമാൻഡിനെ രമേശ് ചെന്നിത്തല അറിയിക്കും. പിന്നീട് ഹൈക്കമാൻഡാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. സുധാകരന്റെ നിലപാട് വലിയ വെല്ലുവിളി കൂടിയാണ്. കണ്ണൂരിൽ പ്രത്യേകിച്ച് അത് മറ്റു മണ്ഡലങ്ങളിൽ കൂടി പ്രതിഫലിപ്പിക്കുമോ എന്ന ആശങ്കയുണ്ട്. പ്രത്യേകിച്ച് പയ്യന്നൂരിലും ഒപ്പം തളിപ്പറമ്പിലുമൊക്കെ വിസ്മയം സൃഷ്ടിച്ച വലിയ പ്രതീക്ഷയോടെ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് തയ്യാറെടുക്കുന്ന കോൺഗ്രസിന് കെ സുധാകരൻ, കണ്ണൂരിലെ കോൺഗ്രസിന്റെ മഹാമേരുവായ കെ സുധാകരൻ വെല്ലുവിളി ഉയർത്തുന്ന സാഹചര്യമാണ്. CPM-നെ വിജയിപ്പിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു സാഹചര്യം ഒരുക്കുന്ന തരത്തിൽ ഒരിക്കലും നിലപാട് കെ സുധാകരൻ സ്വീകരിക്കില്ല എന്ന ആത്മവിശ്വാസം മാത്രമാണ് കോൺഗ്രസിന്. അതേസമയം വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന കെ സുധാകരൻ ഒറ്റ നിലപാടാണ്. മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരു പ്രതികരണത്തിന് തയ്യാറല്ല. മറ്റ് രാഷ്ട്രീയ നേതാക്കളുമായി ആശയവിനിമയം നടത്തുന്നില്ല. സ്വന്തം ഫ്ളാറ്റിൽ തന്നെ ഇരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസമായി വീട്ടിൽ നിന്ന് കെ സുധാകരൻ ദില്ലിയിൽ എത്തിയെന്നത് മാത്രമാണ്. വൈകാരികമായ ഫേസ്ബുക്ക് കുറിപ്പിന് പിന്നാലെ പിന്നീട് പ്രതികരിക്കാൻ പോലും കെ സുധാകരൻ തയ്യാറായിട്ടില്ല. കെ സുധാകരൻ, നോബിൾ മാരിക്കാരൻ കൂടി വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. നോബിൾ, CC യോഗം പുരോഗമിക്കുകയാണ്. സുധാകരന്റെ ഭാഗത്തുനിന്ന് അന്തിമ തീരുമാനം ഉണ്ടായിരിക്കുന്നു. ഇനി കാത്തിരിക്കേണ്ടത് ഹൈക്കമാൻഡിന്റെ അന്തിമ തീരുമാനത്തിന് വേണ്ടിയാണ്. മാധു, ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്ന് അന്തിമ തീരുമാനം ഇക്കാര്യത്തിൽ ഈ CC കഴിയുമ്പോൾ പുറത്തേക്ക് വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം കെ സുധാകരൻ ഇപ്പോഴും മത്സരിക്കണം നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഹൈക്കമാൻഡ് നേരത്തെ MP-മാർ മത്സരിക്കേണ്ട നിലപാടാണ് പങ്കുവച്ചത്. പക്ഷേ എങ്കിൽ പോലും MP-മാർ ഇങ്ങനെ കടുത്ത നിലപാട്, പ്രത്യേകിച്ച് കെ സുധാകരൻ കടുത്ത നിലപാട് സ്വീകരിക്കുമ്പോൾ വലിയ പ്രതിസന്ധി നേതൃത്വത്തിനുണ്ട്. ഒരു വശത്ത് KPCC അധ്യക്ഷൻ കൂടി ഉൾപ്പെടുന്ന ജില്ലയാണ്. ആ ജില്ലയിൽ KPCC അധ്യക്ഷന് പോലും തോൽപ്പിക്കാൻ പോകുന്ന തരത്തിലേക്ക് തനിക്ക് ശക്തിയുണ്ട് എന്ന് കെ സുധാകരന്റെ അണികൾ ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. മാത്രമല്ല മുഴുവൻ മണ്ഡലങ്ങളിലും, കണ്ണൂരിലെ മുഴുവൻ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥിനിർണ്ണയം ഇപ്പോൾ ഒരു തരത്തിലും ഓപ്പൺ ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് കോൺഗ്രസ് ഉള്ളത്. ഒപ്പം മറ്റ് പ്രധാനപ്പെട്ട കാര്യം, ഇരിക്കൂർ ഒഴികെയുള്ള എല്ലാ മണ്ഡലങ്ങളിലും വിജയസാധ്യത അടക്കം ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ വലിയ പ്രതിസന്ധി ബാധിക്കും എന്നും നേതൃത്വത്തിന് അറിയാം. എന്താണെങ്കിലും ചർച്ചകൾ സജീവമായി തന്നെ കോൺഗ്രസിന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ നടക്കുന്നുണ്ട്. ഒരുപക്ഷേ നേരത്തെ കൃത്യമായി തന്നെ MP-മാർക്ക് ഇളവുകൾ നൽകേണ്ടതില്ല. ഒരാൾക്ക് നൽകിക്കഴിഞ്ഞാൽ അടൂർ പ്രകാശ്, അതോടൊപ്പം തന്നെ MK രാഘവൻ അടക്കമുള്ള MP-മാർക്ക് എത്തരത്തിൽ മറ്റു തരത്തിലുള്ള ആനുകൂല്യങ്ങൾ നൽകേണ്ടി വരും. അല്ലെങ്കിൽ MP-മാർക്ക് അവസരം നൽകേണ്ടി വരും മത്സരിക്കാൻ. സ്വാഭാവികമായി അതുകൊണ്ട് ആർക്കും മത്സരിക്കാനുള്ള അനുമതി നൽകേണ്ടതില്ല എന്ന തീരുമാനം തന്നെയാണ് ഹൈക്കമാൻഡ് ഉറച്ചു നിൽക്കുന്നത്. പക്ഷേ അപ്പോഴും സുധാകരൻ ഇത്രയധികം സമ്മർദ്ദം ചെലുത്തുമ്പോൾ മറ്റെന്തെങ്കിലും മാറ്റങ്ങൾ തീരുമാനത്തിൽ ഉണ്ടാകുമോ എന്ന വലിയ ആകാംക്ഷയായി ഇപ്പോൾ അവശേഷിക്കുകയാണ്. കാരണം കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിക്കകത്ത് പല തീരുമാനങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടാകും. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച എൽദോസ് കുന്നപ്പള്ളിയുടെ അടക്കം കാര്യത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിക്കകത്താണ്. കാരണം എല്ലാ പ്രഖ്യാപനവും എല്ലാ തരത്തിലുമുള്ള ഉറപ്പ് നൽകി എൽദോസ് കുന്നപ്പള്ളി തന്നെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ആ പട്ടിക നേരത്തെ. ഹൈക്കമാൻഡ് തീരുമാനം അല്പസമയത്തിനകം ഉണ്ടാകും. കെ സുധാകരൻ നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല. രമേശ് ചെന്നിത്തലയുമായുള്ള ചർച്ചയും വിഫലമായിരിക്കുന്നു. ഇനി ഹൈക്കമാൻഡിൽ നിന്ന് നേതൃപരമായ തീരുമാനമാണ് പ്രതീക്ഷിക്കുന്നത്.